ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. SPYSS NYC മലയാളം യോഗയുടെ ഭാഗമായി വ്യാഴാഴ്ച തോറും നടത്തിവരാറുള്ള ശ്രീമദ് ഭഗവത്ഗീത പഠനം 157-ാം ദിവസത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും യോഗബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ശ്രോതാക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്ന അധ്യായത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗത്തിന്റെ തുടർച്ചയായ 22 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ധ്യാനശ്ലോകം ചൊല്ലുന്നത് ശ്രീമതി രാജമ്മാക്കയും ചാൻഡിങ് റിവിഷൻ 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ശ്രീമതി രാധാമണി അക്കയും 19 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങൾ ശ്രീമതി ഓമന CK അക്കയുമാണ് ചൊല്ലുന്നത്. ചാൻഡിങ് ഗൈഡൻസ് ശ്രീമതി രമ അക്കയാണ് നൽകുന്നത്. ചാൻഡിങ് റിപ്പീറ്റേഷൻ 22 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങൾ ശ്രീമതി തിലകം അക്കയും ഇതിന്റെ എക്സ്പ്ലനേഷൻ ശ്രീമതി പ്രഭ വിജയകുമാർ അക്കയുമാണ്. ശ്ലോകങ്ങൾ 25 മുതൽ 28 വരെ റിപ്പീറ്റേഷൻ ചാൻഡിങ് ശ്രീമതി ഷെർലി അക്കയും ഇതിന്റെ എക്സ്പ്ലനേഷൻ ശ്രീ ഗോപകുമാർ അണ്ണനുമാണ് ചെയ്യുന്നത്. ബാക്കപ്പിൽ ചാൻഡിങ് ശ്രീമതി രാജമ്മ അക്കയും എക്സ്പ്ലനേഷൻ ശ്രീമതി സരോജിനി അക്കയുമാണ്. ആദ്യമായി ധ്യാന ശ്ലോകം ചെല്ലാൻ വേണ്ടി ശ്രീമതി രാജമ്മ അക്കയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരവസരം തന്ന സിന്ധു അക്കയ്ക്കും SPYSനും ആദ്യം നമിക്കുന്നു. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം സരസ്വത്यै നമഃ. ഓം ഹരി ഓം തത്സത് പരമാത്മനേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീമംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷണീം. നമോസ്തു ദേവ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവൈത്രകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹദ്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മാദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാര നീലോത്പല ശല്യഗ്രാഹവതി കൃപേണ വഹനീ കർണേന വേലാകുല അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനീം സോത്തീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തഃ കേശവ. പാരാശരവജസരോജമമലം വിധാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തന്നന്തി ദിവ്യൈസ്തവൈഃ
വേദാസംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദോസുരാസുരഗണ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. റിവിഷൻ ചാണ്ടിങ് 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാൻ ശ്രീമതി രാധാമണി അക്കയെയും 19 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാൻ വേണ്ടി ശ്രീമതി ഓമന അക്കയെയും ക്ഷണിക്കുന്നു. ഹരി ഓം രാധാമണി അക്ക. ഹരി ഓം. ചാണ്ടിങ് ചെയ്യാനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെയ്യാം. മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തവോ മാനസമുച്യതേ. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. യത്യുപ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. ഹരി ഓം. ചാണ്ടിങ് ഗൈഡൻസിന് വേണ്ടി ശ്രീമതി രമാക്കയെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 22, 21, 24 ശ്ലോകങ്ങളുടെ ചാണ്ടിങ് റിപ്പീറ്റേഷന് വേണ്ടി ശ്രീമതി തിലകമാക്കയെയും എക്സ്പ്ലനേഷന് വേണ്ടി ശ്രീമതി പ്രഭ വിജയകുമാർ അക്കയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം രമാക്ക. ഹരി ഓം. ഓം എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത സപ്തദശോധ്യായഃ. ഇന്ന് നമ്മൾ 22 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് അധ്യയനം ചെയ്യുന്നത്. ഇന്നത്തോടെ ഈ ഒരു അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യമായി 22ാമത്തെ ശ്ലോകം. അദേശകാലേ യദ്ദാനം അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം തത്താമസമുദാഹൃതം. അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാലേ യദ്ദാനമപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. അടുത്തതായി 23ാമത്തെ ശ്ലോകം. ഓം തസ്സദിതി നിർദ്ദേശോ
ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധഃ സ്മൃതഃ ബ്രഹ്മണസ്ത്രിവിധഃ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ യജ്ഞാശ്ച വിഹിതാ പുരാ. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധഃ സ്മൃതഃ ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധഃ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധഃ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധഃ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. അടുത്തതായി 24-ാമത്തെ ശ്ലോകം നോക്കാം. തസ്മാദോമിത്യുദാഹൃത്യ തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ യജ്ഞദാനതപക്രിയാ പ്രവർത്തന്തെ വിധാനോക്താഃ പ്രവർത്തന്തെ വിധാനോക്തഃ സതതം ബ്രഹ്മവാദിനാം സതതം ബ്രഹ്മവാദിനാം. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ തസ്മാദ്യോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ സതതം ബ്രഹ്മവാദിനാം. പ്രവർത്തന്തെ വിധാനോക്തഃ സതതം ബ്രഹ്മവാദിനാം. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ സതതം ബ്രഹ്മവാദിനാം. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ സതതം ബ്രഹ്മവാദിനാം. നമസ്തേ. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രദ്ധിക്കാം. ഹരി ഓം പ്രഭക്ക. ഹരി ഓം. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 17 ശ്രദ്ധാത്രയ വിഭാഗ യോഗ, അതായത് ഡിവിഷൻ ഓഫ് ഫെയ്ത്ത്. ഇതിലെ ശ്ലോകം 22 നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ 17-ാം അധ്യായത്തില് കൂടുതൽ ദാനത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം വിവിധ തരത്തിലുള്ള ദാനങ്ങളുണ്ട്. അത് ഏത് മെറ്റീരിയൽ മോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നെല്ലാമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 3 വിധം, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ ദാനങ്ങളും ഈ 3 ഗുണത്തിൽ പെട്ടവയുണ്ട്. അപ്പൊ ഈ 22-ാം ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? തമോ ഗുണത്തിൽ ചെയ്യുന്ന ദാനത്തിനെ കുറിച്ചാണ് ഈ 22-ാം ശ്ലോകത്തിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ശ്ലോകം ഒന്ന് നോക്കാം. അദ്ദേശകാലേ യദ്ദാനം അപ്രാപ്തേ വിശ്യദീയതേ അസത്കൃതമജ്ഞാതം തത്താമസമുദാഹൃതം. ഇതിൽ പറയുന്നത് എന്താ വെച്ചാല്, ഉചിതമല്ലാത്ത കാലത്ത് അവിശുദ്ധമായ സ്ഥലത്ത് അനർഹരായവർക്കും നൽകപ്പെടുന്ന ദാനവും പിന്നെ ആദരവ് കൂടാതെയോ അവജ്ഞയോടെയോ ചെയ്യുന്ന ദാനവും താമസമെന്ന് ഈ ശ്ലോകത്തില് പറയപ്പെടുന്നു. അതായത് ഇപ്പൊ ലഹരിപാനത്തിന് ഉപയോഗിക്കുക, ചൂതുകളിക്ക് വേണ്ടിയുള്ള ദാനം, ഇതെല്ലാം ഏതാണ്?
തമോ ഗുണ പ്രധാനമത്രേ. ഇതൊന്നും ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ചെയ്യുന്ന ദാനമൊക്കെ എന്താണ്? പാപകർമ്മത്തിന് പ്രേരകമാണ്. ഇതെല്ലാം വളരെ തമോ ഗുണം പ്രധാനം നിറഞ്ഞ ഒരു ദാനമാണ്. പിന്നെ ദാനാർഹനായ ഒരാൾക്ക്, ദാനം അർഹിക്കുന്ന ഒരാൾക്ക് നമ്മള് പിന്നെ എന്താ പറയുക, ഒരാൾക്ക് അശ്രദ്ധമായിട്ട്, അതായത് ഒരു സ്നേഹത്തോടെ അല്ലാതെ അവജ്ഞയോടെ നൽകപ്പെടുന്ന ദാനവും ഏതിൽ പെടും? ഈ താമസത്തിൽ പെടും. അപ്പൊ ഇതൊന്നും കൂടിയും പറയാച്ചാല് ഉചിതമല്ലാത്ത കാലത്ത്, അതായത് ദാനം ചെയ്യണമെങ്കിലൊക്കെ അതിനായ കാലമുണ്ട്. സമയമില്ലാത്ത സമയത്ത് പോയിട്ട് ദാനം ചെയ്യുക. പിന്നെ വിശുദ്ധിയില്ലാത്ത സ്ഥലത്ത്, അതായത് അവിശുദ്ധമായ സ്ഥലത്ത് പറയുമ്പോൾ വിശുദ്ധിയില്ലാത്ത സ്ഥലത്ത് ചെയ്യപ്പെടുന്ന ദാനം. പിന്നെ അർഹിക്കാത്തവർക്ക്, അവർക്ക് ആവശ്യമില്ലാതെ നമ്മൾ അവർക്ക് ആവശ്യമില്ലാതെ ഒരു ദാനം ചെയ്യുക. ഇതെല്ലാം എന്താണ്? ഇങ്ങനത്തെ ഒക്കെ താമസ ഗുണത്തിൽ പെടുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, അർഹിക്കുന്ന ഒരാൾക്ക്, ഇപ്പോ നമ്മൾ ദാനം ചെയ്യുമ്പോൾ അർഹിക്കുന്ന ആള് നോക്കിയിട്ട് ദാനം ചെയ്യണം. അങ്ങനെ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ അത് നല്ല സ്നേഹത്തോടെ, ആദരവ് കൂടാതെ കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്താണ്? തെറ്റാണ്, താമസ ഗുണത്തിൽ പെടുന്നു എന്നാണ് ഉള്ള ദാനമാണ്. എപ്പോഴും ഇപ്പൊ നമ്മൾ ദാനം ചെയ്യുമ്പോൾ പറയുന്നുണ്ടല്ലോ, മനസ്സറിഞ്ഞ് ദാനം ചെയ്യണം. അതായത് നമ്മൾ ഇഷ്ടത്തോടെ, അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് പിന്നെ വേറൊരാൾ കൊടുക്കുന്നു അപ്പൊ നമ്മൾ കൊടുക്കുന്നു, അങ്ങനെയല്ലാതെ നമ്മൾ അറിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടത്തോടെ കൊടുക്കുന്ന ദാനം ആണ് സാത്വികമായതും, അതാണ് ഗുണം പ്രധാനവും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, പിന്നെ ഒരു ഭിക്ഷക്കാരനൊക്കെ നമുക്ക് ഇടയ്ക്ക് ഉണ്ടായിട്ട് തന്നെ ഉണ്ടാവും. അതിന് അനുകമ്പ തോന്നി നമ്മൾ കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവരെന്നെ പറയും ഭക്ഷണം വേണ്ട, പൈസ മതി എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ പൈസ കൊടുക്കുന്ന ആ പൈസ അവരെന്താണ്, അയാൾ ഉപയോഗിക്കുന്നത് അയാളുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. വല്ല ലഹരി പദാർത്ഥങ്ങൾ വാങ്ങുക, അതിന് അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, അവിടെ നീചകർമ്മത്തിനാണ്, അതായത് പാപകർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ ദാനം നമ്മളും കൂടിയും അറിയാതെ നമ്മൾ അതിന് ഉത്തരവാദിയായിട്ട് പോവുകയാണ്. അയാള് നല്ല കാര്യത്തിന് ഉപയോഗിക്കാത്ത ദാനങ്ങൾ. അതായത് എപ്പോഴും അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാന്. അതായത് ആർക്ക് കൊടുക്കുമ്പോഴും നല്ല ആവശ്യമുള്ളവർക്ക്, അർഹരായവർക്ക് കൊടുക്കണം. അത് നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് സാത്വികമായ ദാനത്തില് പെടുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഓരോ ദാനങ്ങൾ ചെയ്യാന്. അത് അല്ലാതെ ചെയ്യുന്നതെല്ലാം തമോ ഗുണത്തിലാണ് പെടുക. പിന്നെ ചിലര് പ്രശസ്തിക്ക് വേണ്ടി ചെയ്യും, അതൊന്നും ഇതില് ഈ തമോ ഗുണത്തിൽ പെടുന്ന ദാനമാണ്. പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക, പിന്നെ കൊടുക്കണമെങ്കിൽ തന്നെ അത് ഇഷ്ടത്തോടെ കൊടുക്കണമെന്ന് വീണ്ടും ഭഗവാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ കൊടുക്കുന്ന ദാനം മാത്രമേ സാത്വിക ഗുണപ്രദമുള്ളൂ. വിശുദ്ധിയുള്ള സ്ഥലത്ത് കൊടുക്കണം, ആദരവും ഒക്കെ ചേർത്തി കൊടുക്കണം. അല്ലാതെ കൊടുക്കുന്നതൊക്കെ തമോ ഗുണപ്രധാനമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 23. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണ സ്ത്രീവിധ സ്മൃതഃ ബ്രഹ്മണാസ്തേന വേദാംശ യജ്ഞാശാ വിഹിതാ പുരാ. അതായത് പിന്നെ സൃഷ്ടിയുടെ ആരംഭം മുതൽ എത്രയോ കോടി കാലങ്ങൾക്ക് മുമ്പേ സൃഷ്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആർക്കും അറിയില്ല എപ്പോൾ തുടങ്ങി എന്താന്നുള്ളത്. ഇതെല്ലാം അറിയുന്ന ആള് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ കാലത്ത് തന്നെ പിന്നെ ഭഗവാനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ് ഓം തത് സത് എന്ന ഈ 3 വാക്കുകള്. ഇതെന്താണ്? പ്രതീക വാക്കുകള്. യജ്ഞാനുഷ്ഠാനങ്ങളിലും വേദോച്ചാരണങ്ങളിലും ഒക്കെ ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്നു. ഇത് പരമപുരുഷന്റെ, അതായത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, വേദകർമ്മങ്ങളായാലും യജ്ഞാനുഷ്ഠാനങ്ങളും എന്ത് ചെയ്യുമ്പോഴും ആദ്യം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ്. അങ്ങനെ സ്മരിക്കുമ്പോഴാണ് നമ്മൾ ഓം തത് സത് എന്ന ഇത് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഭഗവത്ഗീത എന്താണെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഈ ഓം എന്ന വാക്ക് എന്താണ്? ഭഗവാനെയാണ് അവിടെ പറയുന്നത്, സ്മരിക്കുന്നതാണ്. ഇപ്പൊ യജ്ഞം, തപസ്, ദാനം, ഇപ്പൊ എന്നീ ഓരോന്ന് ഇതെല്ലാം ഇപ്പൊ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം നല്ലതാണെങ്കിൽ ഈ 3 ഗുണങ്ങൾ, ഭൗതിക ഗുണങ്ങളില് എന്തായാലും ചേർന്നിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സാത്വികമായിട്ടുള്ള ഒരു യജ്ഞം ചെയ്യുകയാണെങ്കിലും അത് കുറച്ച് അത്ര പ്യുവർ, അതായത് അതിലും എല്ലാം കുറച്ച് മാലിന്യം ചേർന്നിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഏത് വകുപ്പിൽ പെട്ടതാണെങ്കിലും അവയ്ക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. എന്താ വെച്ചാൽ ഈ പ്രകൃതിയുടെ
ഗുണദോഷങ്ങളാൽ മാലിന്യം പൂണ്ടവയാണ് ഈ മൂന്നും. എത്ര നമ്മൾ ചെയ്യുകയാണെങ്കിലും സാത്വികമായിട്ട് ചെയ്യുകയാണെങ്കിലും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ എന്താണ് ഈ ഭഗവാനെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് പറയണം, ഓം തത് സത് എന്ന ശാശ്വതമായ ഭഗവത് സത്തയെ മുൻനിർത്തി വേണം പിന്നെ അനുഷ്ഠിക്കപ്പെടാൻ. ഇങ്ങനെ അനുഷ്ഠിക്കപ്പെടുമ്പോൾ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മൾക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ ഉയർച്ച കിട്ടും, നമ്മൾ ചെയ്യുന്നതിനുള്ള ഗുണം കിട്ടും. എല്ലാം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പൊ വൈദിക നിയമങ്ങൾ, അതായത് ഇങ്ങനെ ഈ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ ഓർത്ത് ഈ അനുഷ്ഠിക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഈ നിയമങ്ങൾ പാലിക്കാതെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താലും നമുക്ക് അതില് ഭഗവാനിൽ എത്താൻ സാധിക്കുകയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കുറച്ചൊക്കെ ബലം കിട്ടിയിരിക്കാം ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ യജ്ഞം, ദാനം, തപസ് എന്നിവയുടെ അനുഷ്ഠാനം എന്ത് ചെയ്യുമ്പോഴും അത് സാത്വികമായിരിക്കണം, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് ഈ 3 വാക്കുകൾ പ്രധാനമായിട്ട് ഈ ശ്ലോകത്തില് പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മള് താമസഭാവത്തോടെ അങ്ങനെയൊന്നും ചെയ്തിട്ട് അതൊക്കെ ഒരു തരം താഴ്ന്ന രീതിയിലുള്ള ഇതായിരിക്കും. യജ്ഞങ്ങളായാലും തപസ്സായാലും ദാനമായാലും. ഇപ്പൊ ഈ വൈദിക ഓം എന്ന് കൂട്ടിച്ചേർക്കണം. അതിപ്പോ ഒരു വൈദിക സൂക്തങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ജപിക്കുമ്പോൾ, ഭഗവാന്റെ നാമമോ എന്തെങ്കിലും ജപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓം എന്ന് കൂട്ടിച്ചേർത്തിട്ട് വേണം പറയാൻ. അത് വൈദിക സാഹിത്യത്തിന്റെ ഒരു ചിഹ്നമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വൈദിക കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങള് എല്ലാം ഈ ഓം തത് സത് അല്ലെങ്കിൽ ഓം എന്ന വാക്ക് പറയുമ്പോൾ നമുക്ക് എല്ലാം യജ്ഞാനുഷ്ഠാനങ്ങളിലും വൈദിക ക്രിയകൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാം ഒരു വിജയത്തിൽ കലാശിക്കും എന്നാണ് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ആദ്യം തന്നെ ആദിജീവാത്മാവായ ബ്രഹ്മാവ് പണ്ട് തൊട്ടേ പിന്നെ ഇങ്ങനത്തെ ഈ കർമ്മങ്ങള് യജ്ഞാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, പരമപുരുഷനെ അതായത് ഭഗവാനെ സൂചിപ്പിച്ചിട്ട് ഈ വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം അന്ന് അതൊക്കെ പതിവ് അങ്ങനെയാണ്, അത് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. പിന്നീട് വന്ന ശിഷ്യ പരമ്പരയും എന്താണ്, അത് തന്നെ ആവർത്തിക്കാൻ തുടങ്ങി ഈ ഓം എന്ന വാക്കും. അപ്പൊ ഏത് കർമ്മവും ചെയ്യുമ്പോൾ ഓം തത് സത്, അതായത് പരമപുരുഷന് വേണ്ടിയാവണം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളെ നമ്മൾക്ക് നല്ല രീതിയിൽ കലാശിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഭഗവാനെ യജ്ഞം, ദാനം, തപസ് എന്നിവ ഈ 3 വാക്കുകളോട് അനുഷ്ഠിക്കുന്ന ഒരാൾ തീർച്ചയായും ഭഗവത് ധാമത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏത് ദിവ്യകർമ്മങ്ങൾ, അതായത് വേദകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ വീണ്ടും ഇതന്നെ പറയുന്ന ഇതാണ് ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓം തത് സത് ആദ്യം പറഞ്ഞിട്ട് വേണം. ഓം എന്ന വാക്ക് എല്ലാ ദിക്കിലും നമ്മൾ കാണാം. ഇപ്പൊ നമ്മളൊരു ദേവീ ക്ഷേത്രത്തിൽ പോയാലും ഏത് അമ്പലത്തിൽ പോയാലും അവര് ഓം എന്ന് കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഭഗവാനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏത് ദിവ്യകർമ്മങ്ങൾ, അതായത് വേദകർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഇത് പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം വിജയത്തിൽ കലാശിക്കും എന്ന് വീണ്ടും ഈ ഭഗവത്ഗീതയിൽ പറയുന്നു. പിന്നെ വേറെന്ന് പറയുന്നത് ഭഗവത്ഗീത നിർദ്ദേശിക്കുന്നതാണിത്. ഇത് പറഞ്ഞിട്ട് വേണം ചെയ്യണം, നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. യജ്ഞങ്ങൾ ചെയ്യുമ്പോഴും തപസ്സു ചെയ്യുമ്പോഴും എപ്പോഴും ഭഗവാനെ സ്മരിച്ചിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ഭഗവത് ധാമത്തിലേക്ക് എത്താൻ എളുപ്പമാണ് എന്നാണ് ഈ 23-ാമത്തെ ശ്ലോകത്തില് പറഞ്ഞു തരുന്നത്. പിന്നെ അടുത്ത ശ്ലോകം നോക്കാം, 24. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയ പ്രവർത്തന്തേ വിധാനോക്ത സതതം ബ്രഹ്മവാദിനം. ഈ ശ്ലോകത്തിലും ഇത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് വൈദിക നിയമം പാലിച്ച്, വൈദിക നിയന്ത്രണം, വൈദിക നിയമം എന്നിപ്പോ പറഞ്ഞു, എന്ത് വൈദിക കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം. ഈ വേദ സൂക്തങ്ങളിലൊക്കെ ഈ ഓം എന്ന വാക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. അത് പറഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ശ്ലോകത്തിലും പറഞ്ഞു തരുന്നത്. അനുസരിച്ചുകൊണ്ട് തപസ്സുകൾ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ പരമപുരുഷനെ പ്രാപിക്കുന്നതിനായി എപ്പോഴും ഓം എന്ന വാക്ക് കൂട്ടിയാണ് എല്ലാം ആരംഭിക്കുന്നത് എന്ന് പറയുന്നു. ഇതാണ് ഈ ശ്ലോകത്തില് പറഞ്ഞു തരുന്നത്. ഓം തത് വിഷ്ണു പരമപദം, വിഷ്ണുവിന്റെ പാദകമലം പരമമായ ഭക്തിയുടെ വേദിയാണ്. അപ്പോ അത് ഏറ്റവും ഭഗവാന് ഇഷ്ടപ്പെടണം നമ്മളിങ്ങനെ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാല്.
അത്രയാണ് ഈ ശ്ലോകത്തിലും ഇതന്നെ പറഞ്ഞു തരുന്നത്. ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം പരിപൂർണത നേടും. ഇത് പ്രകാരം ചെയ്യുന്ന ആർക്കും ഭഗവത് ധാമത്തിലേക്ക് എത്താനൊരു വഴി, അത്രയേ ഉള്ളൂ. മുഴുവൻ എത്തുന്നല്ല, എന്നാലും അങ്ങനെ ആലോചിച്ചിട്ട് അത് ചെയ്യണം എന്നാണ് പറഞ്ഞു തരുന്നത്. ഈ 3 ശ്ലോകത്തിൽ നിന്ന് ഇതാണ് പറഞ്ഞു തരുന്നത്. ഹരിയോം 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 അക്ക. 25, 26, 27, 28 ശ്ലോകങ്ങളുടെ ഗൈഡൻസിന് വേണ്ടി രമ അക്കയെയും ചാണ്ടിങ് റെപ്പിറ്റേഷന് വേണ്ടി ശ്രീമതി ഷേർലി അക്കയെയും എക്സ്പ്ലനേഷന് വേണ്ടി ശ്രീ ഗോപകുമാർ അണ്ണനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോം അണ്ണ. ഹരിയോം രമ. ഹരിയോം ഹരിയോം. അടുത്തതായി നമുക്ക് 25-ാമത്തെ ശ്ലോകം നോക്കാം. തദിത്യനഭിസന്ധായ തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ. അടുത്തതായി 26-ാമത്തെ ശ്ലോകം. സദ്ഭാവേ സാധുഭാവേ ച സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യത്തെ തദിത്യേതത് പ്രയുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥാ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദഃ പാർത്ഥ യുജ്യത്തെ സച്ഛബ്ദഃ പാർത്ഥയുജ്യത്തെ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യത്തെ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദഃ പാർത്ഥ യുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദഃ പാർത്ഥയുജ്യത്തെ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദഃ പാർത്ഥയുജ്യത്തെ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദഃ പാർത്ഥയുജ്യത്തെ. അടുത്തതായി 27-ാമത്തെ ശ്ലോകം നോക്കാം. യജ്ഞേ തപസി ദാനേ ച യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യത്തെ സ്ഥിതി സദിതി ചോജ്യത്തെ കർമ്മ ചൈവ തദർത്ഥീയം കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയത്തെ
സദിത്യേവാഭിധീയതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. അടുത്തത് ശ്ലോകം 28. അശ്രദ്ധയാ കുതം ദത്തം അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർത്ഥ അസദിത്യുച്യതേ പാർത്ഥ ന ച തത്പ്രേത്യനോ ഇഹ ന ച തത്പ്രോത്യനോ ഇഹ അശ്രദ്ധയാ ഹുതം ദത്തം തപസപ്തം കൃതം ചയത് അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർത്ഥ ന ച തത്പ്രേത്യനോ ഇഹ അസദിത്യുച്യതേ പാർത്ഥ ന ച തത്പ്രോത്യനോ ഇഹ അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർത്ഥ ന ച തത്പ്രേത്യനോ ഇഹ അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർത്ഥ ന ച തത്പ്രോത്യനോ ഇഹ. ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രദ്ധാത്രയ വിഭാഗയോഗോ നാമ സപ്തദശോധ്യായഃ സമാപ്തഃ. ഹരി ഓം. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രദ്ധിക്കാം. ഹരി ഓം ഗോപണ്ണ. ഹരി ഓം. ഹരി ഓം. അപ്പോ നമ്മള് 17ാമത്തെ ചാപ്റ്ററിൽ 4 ലാസ്റ്റ് 4 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 22ാമത്തെ ശ്ലോകം വരെ ഈ ഗുണങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടനെ ഓം തത്സത്ത് എന്നുള്ളൊരു ഈ മന്ത്രം ഇതിലോട്ട് കടക്കുകയാണ്. അപ്പൊ എന്താ അങ്ങനെ കടക്കാൻ കാരണം എന്ന് എനിക്ക് വളരെ വ്യക്തമല്ല. പക്ഷെ അതുവരെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഗുണങ്ങളെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഈ നമ്മളിപ്പോ ബ്രഹ്മനെ കുറിച്ച് 23ാമത്തെ ശ്ലോകത്തിൽ നിന്ന് കാണുന്നു. എനിക്ക് തോന്നുന്നു ഗുണങ്ങളും നിർഗുണം അല്ലെങ്കിൽ ഗുണാതീതവും അതിൻ്റെ ഒരു കണക്ഷൻ ആയിരിക്കാം. ഇവിടെ ഇപ്പൊ ഒരു ഓം തത് സത്ത് എന്ന് പറഞ്ഞ ഈ 3 വാക്കുകളാണ്
വാക്കുകൾ ചേർന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് 23-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങി 27-ാമത്തെ ശ്ലോകം വരെ പറയുന്നത്. അപ്പൊ 23-ഉം 24-ഉം ഓം ന്റെ കാര്യവും 25-ാമത്തെ ശ്ലോകം തത് എന്നുള്ള ഒരു വാക്കിനെ കുറിച്ചും 26-ഉം 27-ഉം സത്ത് എന്നുള്ള വാക്കിനെ കുറിച്ചും നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാം. 28-ാമത്തെ ശ്ലോകത്തില് അസത്ത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ക്ലിയർ ആയിട്ട്. അതാ എന്താണെന്നാണ് 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ലപോലെ അറിയുന്ന കാര്യം. ഏതായാലും ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് അസത്ത്. അപ്പൊ ഈ ശ്ലോകങ്ങളിൽ കൂടുതലായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല വലുതായിട്ട്. ഓം തത് സത് ഇതെന്താണെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. അതും ഈ ഓം തത് സത്തിനെ കുറിച്ച് കൂടുതലായിട്ട് വിവരണമില്ലെങ്കിലും ഇത് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 25-ാമത്തെ ശ്ലോകത്തിൽ തത് എന്ന് ഉള്ള ഒരു കാര്യം ഫല ഇച്ഛയില്ലാതെ നമ്മൾ യജ്ഞങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ പറയുന്ന ഒരു വാക്കാണെന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദാനധർമ്മം യജ്ഞങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഒന്നുമില്ലാതെ ഒരു ഫല ഇച്ഛയും ഇല്ലാതെ പറയുന്ന ഒരു വാക്കെന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഇത്രയും നാൾ കൊണ്ട് ഇപ്പൊ ചെയ്യുന്നതും ഒരു യജ്ഞമല്ലേ. നമ്മളിവിടെ ജ്ഞാനയജ്ഞമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫല ഇച്ഛയില്ലാതെ ചെയ്യുന്ന കാര്യം, പക്ഷെ അതില് ഒരു ഇച്ഛയുണ്ടെന്നാണ് പറയുന്നത്. പൊതുവെ ഫിസിക്കലായിട്ട് ഇച്ഛയില്ലെങ്കിലും എല്ലാ ജീവാത്മമായിട്ടുള്ള എല്ലാവരും, നമ്മളെല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളൊരു ഇച്ഛയുണ്ട്. അപ്പോ 25-ാമത്തെ ശ്ലോകത്തില് തത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അവിടെ വേറെ മീനിങ് ആയിട്ടൊന്നുമില്ല. നമുക്ക് ഒരു 8 മണി വരെ അല്ലെങ്കിൽ 7:55 വരെ പറയാൻ വേണ്ടിയിട്ട് പറയാണ്. തത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എന്നുള്ളൊരു അർത്ഥം. തത്വമസി എന്നുള്ളൊരു മഹാവാക്യം നമുക്കറിയാം. ഏതായാലും അത് എന്ന് എപ്പോ പറയുമ്പോഴും ഇവിടെ നമുക്ക് കാണുന്ന കാര്യങ്ങളല്ല, ഇതിന്റെ പുറയിലുള്ള കാര്യം, ഇതിന്റെ പുറയിലുള്ള സത്യം, അത് എപ്പോ ഇത് എന്ന് പറയുമ്പോൾ വേദങ്ങളില് ഈ പ്രപഞ്ചം, ഈ കാണുന്നതല്ല, ഇതും അതും. അപ്പൊ തത് എന്ന് പറഞ്ഞാൽ അത്. ഓം തത് സത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥം അത് മാത്രമാണ് ബ്രഹ്മൻ, അല്ലെങ്കിൽ അതും ബ്രഹ്മൻ മാത്രമാണ് സത്യം. ഓം എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ, സത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇത് പലപ്പോഴും പറയുന്നതാണ്. 3 കാര്യങ്ങളുണ്ടല്ലോ, സത്യം, പിന്നെ കള്ളം, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യമാണ് മിഥ്യ. ചിലപ്പോൾ കള്ളമായിരിക്കും, ചിലപ്പോൾ സത്യമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ എപ്പോഴും കാണുന്ന കാര്യമാണ് സത്ത്. അപ്പൊ അതാണ് 26 ശ്ലോകത്തിൽ വരുന്നത്. അപ്പോ അവിടെ പറയുന്നത് 26-ഉം 27-ഉം കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. അത് ഈ സത്തിന്റെ കാര്യം തന്നെ പറയുന്നു. നല്ല കാര്യങ്ങൾ, സത്കർമ്മങ്ങൾ, അവിടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, മലയാളത്തിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സാധു എന്ന്, ഇത് ഈ 2 മീനിങ് ഉണ്ടെന്നാണ്
പറയുന്നത്. ഇത് 26-ാമത്തെ 27-ാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ശിബിരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സമിതിയില് പൊതുവെ പറയുന്ന ഒരു തത്വമാണ്. ഇപ്പൊ പാലെടുത്തു കഴിഞ്ഞാൽ അത് എത്ര നേരം പാലായിട്ടിരിക്കും, അതേസമയം അത് തൈരാക്കി കഴിഞ്ഞാൽ എത്ര നേരം അത് തൈരായിട്ടിരിക്കും. അപ്പൊ പാലിനെക്കാട്ടിൽ കൂടുതൽ നേരം തൈരായിട്ടിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചല്ല, വെളിയിൽ, കോൾഡ് സ്റ്റോറേജിലല്ല, സാധാരണ വെളിയിൽ വെച്ചാൽ. അതേസമയം തൈരിൽ നിന്ന് വെണ്ണ വെച്ചിരുന്നാൽ എത്ര നേരം ഇരിക്കുമെന്ന് ചോദിച്ചാൽ അത് കുറേ നേരം ഇരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ പാല് എളുപ്പം കെട്ടുപോകുന്നു, അതൊരു ചെറിയ സത്യം. തൈര് കുറേ നേരം കൂടെ ഇരിക്കുന്നു, അത് ഇച്ചിരൂടെ വലിയ സത്യം. വെണ്ണ കുറേ നേരം ഇരിക്കുന്നു, അത് ഇച്ചിരൂടെ വലിയ സത്യം. അതേസമയം നെയ്യ് കുറേ നാളുകൾ ഇരിക്കും. അപ്പൊ ഇങ്ങനെ അതിന്റെ സത്ത് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. മലയാളത്തിലെ സത്ത്, അതിന്റെ എസൻസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എസൻസ് നല്ല പ്യൂർ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ, ഓരോരോ സ്റ്റേജിൽ അത് പ്യൂർ ആവുകയാണ്. അപ്പൊ അത് കൂടുതൽ നാള് അങ്ങനെ തന്നെ ഇരിക്കാൻ ഉള്ള ഒരു കഴിവുണ്ടാവുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ തന്നെ ഒരു എസൻസ്, സത്ത്, അത് എപ്പോഴും ഉള്ളതാണ്. അപ്പോ ഇതാണ് ഈ പരമമായ സത്യത്തിനെ കുറിച്ചാണ് 26, 27 പറയുന്നത്. ഏതായാലും ഓം തത് സത്, ചിലപ്പോ ഇതിനെ തത് സത് ഓം എന്നും പറയാറുണ്ട്. സംസ്കൃതത്തിലൊരു ഇതുണ്ടല്ലോ, വേർഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും അതിന്റെ അർത്ഥം കുറച്ചൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പലവരും ഇത് തത് സത് ഓം എന്ന് പറയുന്നതും കേൾക്കാം. ഏതായാലും നമ്മുടെ ഇവിടെ നമ്മൾ ഹരി ഓം എന്നാണല്ലോ എല്ലാ കാര്യത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇത് തൈത്രീയ ഉപനിഷത്തില് പറഞ്ഞിട്ടുണ്ടെന്ന് സ്വാമി രംഗനാഥാനന്ദജി എഴുതിയ ബുക്കില് പറഞ്ഞിട്ടുണ്ട്. തൈത്രീയ ഉപനിഷത്തില് ആരെങ്കിലും എസ് എന്ന് പറയണമെങ്കിൽ അവര് ഓം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കിത് ചെയ്യാമല്ലേ? ചെയ്യാം എന്ന് പറയുന്നതിന്റെ പ്ലേസിൽ ഓം. അപ്പൊ ഓമിനെ ശരി എന്നുള്ളൊരു അർത്ഥത്തിലും യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹരി ഓം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൻസർ വേണമെങ്കിൽ നമുക്ക് ഹരി ഓം എന്ന് പറയാം. പക്ഷെ നമുക്ക് അത്രയും ക്ലിയർ അല്ല. ഇപ്പൊ ഹരി ഓം എന്ന് പറഞ്ഞാൽ തുടങ്ങണം എന്നാണ്. ഏതായാലും നമ്മുടെ സമിതിയില് ഇങ്ങനെയാണ് പറയുന്നത്. എസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹരി ഓം യൂസ് ചെയ്യാം. ഇവിടെ ഓംന് പല അർത്ഥങ്ങൾ ഇങ്ങനെയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഓം എന്ന് പറഞ്ഞാൽ 3 ഭാഗമുണ്ട്. ആ ഉ ഉം. ഇത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. അപ്പൊ നമുക്ക് ഈ 3 ലോകങ്ങളുണ്ട്. ഈ 3 ലോകങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റുമോ, ഏതൊക്കെ ലോകമാണ് നമ്മൾ ജീവിക്കുന്നത്, അതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഓം. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസിൽ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഓമിലുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ബ്രഹ്മൻ എന്നും പറയാം. നിർഗുണമായ ബ്രഹ്മൻ, നമ്മുടെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. അതല്ലാതെ ഓമിന് ഒരു 4ാമത്തെ പാർട്ട് ഉണ്ടെന്ന് പറയുന്നു. അത് നിശബ്ദം. ഓം കഴിഞ്ഞിട്ട് കുറച്ചു നേരത്തുള്ള നിശബ്ദത, അതിന് തുരീയം എന്ന് പറയുന്നു. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതെല്ലാത്തിലും 3 സ്റ്റേജിലും 3 ലോകത്തിലും ഉള്ള ഒരു കണക്ഷനാണ് തുരീയം, ബ്രഹ്മൻ. അപ്പോ ഓം ബ്രഹ്മൻ ആകുന്നു. തത് എന്ന് പറഞ്ഞാലും ബ്രഹ്മനാകുന്നു, സത്ത് എന്ന് പറഞ്ഞാലും ബ്രഹ്മനാകുന്നു. അപ്പോ ബ്രഹ്മന്റെ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തത്ത് എന്ന് പറയുമ്പോൾ ഇതിന്റെ പുറയിലുള്ള സത്യം, ഇതല്ല അത് എന്ന് പറയുന്നത്. അതേസമയം സത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത്.
നമുക്ക് സത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈയിടയ്ക്ക് ഞാൻ വായിച്ച ഒരു സയന്റിഫിക് ജേർണലില് സത്യം എങ്ങനെ ആകാൻ സാധിക്കും എന്നുള്ള ഒരു സയന്റിസ്റ്റ് ഒന്ന് ഒരു പ്രയത്നം ചെയ്യാണ്. എങ്ങനെ ആയിരിക്കാം സത്യം? സത്യം നമുക്ക് അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹം അതിന്റെ ഒരു ഗുണം പറയാണ്. നോക്കിക്കഴിഞ്ഞാല് ശരിക്കും സത് ചിത് ആനന്ദ എന്ന് നമ്മൾ പറയുന്ന അതേ ഏകദേശം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ലോജിക്കലായിട്ട് അതിനെ പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു കാര്യം എന്തെങ്കിലും ഒരു പ്രവർത്തിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു എനർജി വേണം, എനർജി സ്പെൻഡ് ആവണം. അങ്ങനെ ആയാലും ഒരു ദിവസം അത് നശിച്ചു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരു കഴിവുള്ളത് ആണെങ്കിൽ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റത്തില്ല, അത് ഒരു ദിവസം നിന്നുപോകും. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, അതിന് ഒരു ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, കൈ കാല് ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറും എന്നായാലും നശിച്ചു. ഒരിക്കലും ഒരു സ്ട്രക്ചർ, ഒരു ഭാഗങ്ങളുള്ള ഒരു സാധനം എപ്പോഴും ഉള്ളതായിരിക്കാൻ വഴിയില്ല. അപ്പോ ഒരു ഭാഗവുമില്ലാതെ എല്ലായിടത്തുമുള്ള ഒരു തത്വത്തിന് മാത്രമേ, അതിന് സാധനം നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കാര്യത്തിന് മാത്രമേ പരമമായ സത്യമാകാൻ വഴിയുള്ളൂ. അപ്പൊ അതിൽ നമ്മള് പാലിയം തുടങ്ങി നെയ്യ് വരെ എത്തി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഇത് ഫിസിക്കൽ പ്ലെയിനില് ഇപ്പൊ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാല് മനസ്സ് സത്യമാണോ? ഇതിപ്പോ നമ്മള് വെളിയില് ഈ കാര്യങ്ങൾ പറഞ്ഞു, ഇനി ഉള്ളിലുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ശരീരം ഡെഫിനറ്റ്ലി മാറിക്കൊണ്ടിരിക്കുന്നു, അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മനസ്സും മാറിക്കൊണ്ടിരിക്കുന്നു, മനസ്സിൽ പല കാര്യങ്ങൾ വരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തോ ഒരു മൂവ്മെന്റ് ഉണ്ട്, അവിടെ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഒരിക്കലും മാറ്റമുള്ളത് സത്യമാകാൻ വഴിയില്ല. എന്താ വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്ന സാധനം ഒരു ദിവസം ഇല്ലാതാകും. മാറിക്കൊണ്ടിരിക്കുന്ന സാധനം, ഇത് ലോജിക്കലി നമ്മൾ ഈ സയൻസിലും പ്രൂവ് ചെയ്യുന്നതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന സാധനം എപ്പോഴും കാണാൻ വഴിയില്ല. അപ്പൊ നമ്മുടെ മനസ്സും മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം, നമ്മൾ അറിയുന്നു എന്നുള്ളൊരു സ്വഭാവമുണ്ട്, നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോ ആ ഒരു ബോധം, ആ ഒരു കാര്യമാണ് സത്ത്, ബ്രഹ്മൻ എന്ന് പറയും. ഏതായാലും പിന്നെ 28ാമത്തെ ശ്ലോകത്തില് ശ്രദ്ധയില്ലാതെ എന്ത് ചെയ്താലും ഒരു ഫെയ്ത്ത് ഇല്ല. ശ്രദ്ധയില്ലാതെ പല കാര്യങ്ങൾ ചെയ്താൽ അതെല്ലാം ഇവിടെയും പര എവിടെയും ഒരു ഉപയോഗമില്ലാതെ പോകും എന്നുള്ളൊരു കാര്യമാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതോടെ ഈ ചാപ്റ്റർ ഫിനിഷ് ആവുന്നു. ഏതായാലും കുറച്ച് എന്താണ് ഈ ഓം തത് സത്തിനെ കുറിച്ച് ചിലയിടത്ത് എവിടൊക്കെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ സമിതിയിൽ ആഹാരം കഴിക്കുന്ന മുൻപേ അന്നപൂർണ മന്ത്രം ചൊല്ലിയിട്ട് ഓം തത് സത് ശ്രീകൃഷ്ണ രാമകൃഷ്ണാർപ്പണമസ്തു എന്ന് നമ്മൾ ചൊല്ലാറുണ്ട് സമിതിയിൽ ആഹാരം കഴിക്കുന്ന മുൻപേ. പിന്നെ ശ്രീരാമകൃഷ്ണര് അദ്ദേഹത്തിന്റെ ഗുരു തോത്താപുരി വന്നിട്ട് രാമകൃഷ്ണ പരമഹംസർക്ക് ഒരു അദ്വൈതത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കും. സമാധിയിലോട്ട് പോകും. ഇതെല്ലാം ഒന്നാന്നുള്ള അനുഭവത്തിലോട്ട് ശ്രീരാമകൃഷ്ണര് അങ്ങ് സമാധിയിലെത്തും. അത് കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നില്ല വെളിയിൽ. അപ്പൊ അതിന് ഈ തോത്താപുരി എന്ന് പറഞ്ഞ ഗുരു
ഓം തത്സത്ത് ഓം തത്സത്ത് എന്ന് പറഞ്ഞാണ് സമാധിന്ന് വെളിയിൽ കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. ഏതായാലും പിന്നെ നമുക്കറിയാം മാണ്ഡൂക്യ ഉപനിഷത്തില് ഓമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അപ്പോഴേ പറഞ്ഞ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഇതെല്ലാം ഈ മാണ്ഡൂക്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സമയമുള്ളതുകൊണ്ട് സുഷുപ്തി എന്നുള്ളൊരു കാര്യം ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഈ സുഷുപ്തിയില് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീപ്പ് സ്ലീപ്പ്, ഗാഢമായ ഉറക്കം അല്ലെ, നമ്മുടെ ഒരു സ്വപ്നവുമില്ല, കംപ്ലീറ്റ് ഒരു അറിവുമില്ലാത്ത ഒരു സ്റ്റേജ്. ഇപ്പൊ ചോദ്യം ഇതാണ്, ഒന്നും അറിയുന്നില്ലെങ്കിൽ ബോധമുണ്ടോ എന്നൊരു ചോദ്യമാണ്. സുഷുപ്തിയില് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പില് നമ്മൾ ഒന്നും അറിയുന്നില്ല, അപ്പൊ ബോധമുണ്ടോ? അതോ ബോധം പോയോ? അപ്പൊ എങ്ങനെയാ? അപ്പൊ ബോധം പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാല് അപ്പൊ പിന്നെ സത്താവുന്നില്ല. അത് എന്താണോ എപ്പോഴും ഉള്ളത് അതാണല്ലോ സത്ത്. എങ്ങനെയാണ് നമുക്ക് ഈ സുഷുപ്തിയിലും ബോധമുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാകുന്നത്? അങ്ങനെ എന്തെങ്കിലും കാര്യം പറയാൻ പറ്റുമോ? എങ്ങനെയാണ് സുഷുപ്തിയില് ഒന്നും അറിയുന്നില്ല അപ്പൊ ബോധമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്നാണ് പലരും പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ ഒരു റൂമിൽ കയറി, അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, ഉടനെ ലൈറ്റ് ഓഫ് ചെയ്തു, എനിക്കൊന്നും കാണാൻ വയ്യ. അപ്പൊ ആ സാധനം അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ തിരിച്ചു വന്നോ? അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായോ? ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇല്ലാതായോ? സാധാരണ ഫ്രിഡ്ജിൽ ഇങ്ങനെ നടക്കാറുണ്ട്, നമ്മൾ തുറക്കുമ്പോൾ ലൈറ്റ് വരുന്നു, അടയ്ക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവും തന്നെ. നമുക്ക് തോന്നുന്നു ലൈറ്റ് എപ്പോഴും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതില് ഫ്രിഡ്ജിന്റെ പോലെ അല്ല ഇത്, ലൈറ്റ് ഓഫ് ആവുന്നില്ല. നമ്മുടെ സുഷുപ്തിയില് നമ്മള് അറിയാനായിട്ട് ഒന്നുമില്ലെന്ന്, ഇത് ഇന്നാളിൽ ഞാൻ നമ്മുടെ നമ്മുടെ മെഡിറ്റേഷനിലൊന്ന് ചർച്ച ചെയ്താണ്. നമ്മൾ സ്പേസില്, ഈ എർത്തിന്റെ വെളിയില് സ്പേസിൽ പോയി നിൽക്കുമ്പോൾ സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഇരുട്ടായിരിക്കും കാണും, നമുക്കൊന്നും കാണത്തില്ല, ഇരുട്ടായിരിക്കും. എന്താ വെച്ചാല് വെളിച്ചം വീഴാനായിട്ട് ഒന്നുമില്ല. അതേസമയം ഈ അസ്ട്രോണറ്റിന്റെ കൈ എടുത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കൈ നല്ലപോലെ പ്രകാശം, കൈ കാണാൻ പറ്റും. അതേസമയം കൈ താഴെ ഇട്ടിട്ട് ഇങ്ങനെ വെളിയിലോട്ട് നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ഡാർക്ക് ആയിരിക്കും. സൂര്യൻ അവിടെ ഉണ്ട്, സൂര്യനോട്ട് നോക്കിയാൽ സൂര്യനുണ്ട്, പക്ഷെ സൂര്യന്റെ സൈഡിൽ ഇപ്പുറത്തോട്ട് നോക്കിയിട്ട് അതിന്റെ ഓപ്പോസിറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ വെളിച്ചം നിറഞ്ഞു നിൽക്കുകയാണ്, പക്ഷെ ആ വെളിച്ചം വീഴാൻ എവിടെയും സ്ഥലമില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് റിഫ്ലക്റ്റ് ആവുന്നില്ല. അതേപോലെ നമ്മുടെ സുഷുപ്തിയിലും ബോധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബോധമാണ് അവിടെ ഉള്ളത്, മനസ്സ് പോലും ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പൊ ബോധത്തിന് തെളിയിക്കാനായിട്ട് ഒന്നുമില്ല, ബോധത്തിന് അറിയാനായിട്ട് ഒന്നുമില്ല, മനസ്സ് ശാന്തമായിരിക്കും. അപ്പൊ ബോധം ഒന്നും അറിയുന്നില്ല. അപ്പൊ ബോധമുണ്ട്, പക്ഷെ ബോധമൊന്നും അറിയുന്നില്ല, അറിയാനായിട്ട് ഒന്നുമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു 55 വരെയാക്കി. ഇതൊക്കെയാണ് ഈ 25, 26, 27, 28 ശ്ലോകങ്ങൾ ഓം തത്സത് കുറിച്ച് സംസാരിക്കും. ഹരി ഓം. ഹരി ഓം. ഇനി നന്ദി പറയേണ്ട സമയമാണ്. ധ്യാന ശ്ലോകം ചൊല്ലിയ ശ്രീമതി രാജമ്മ അക്ക, റിവിഷൻ ചാണ്ടിങ് ചെയ്ത ശ്രീമതി രാധാമണി അക്ക, ശ്രീമതി ഓമന സി കെ അക്ക, ചാണ്ടിങ് ഗൈഡൻസ് നൽകിയ ശ്രീമതി രമ അക്ക, ചാണ്ടിങ് റിപ്പീറ്റേഷൻ ചെയ്ത ശ്രീമതി തിലകം അക്ക, ശ്രീമതി ഷെർലി അക്ക, വളരെ വിശദമായി സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ എക്സ്പ്ലനേഷൻ പറഞ്ഞു തന്ന ശ്രീ ഗോപണ്ണന്,
ശ്രീമതി പ്രഭ വിജയകുമാർ അക്കയ്ക്ക്, ബാക്കപ്പിന് വേണ്ടി ശ്രദ്ധയോടെ കാത്തിരുന്ന ശ്രീമതി രാജമ്മക്ക, ശ്രീമതി സരോജിനി അക്ക, എല്ലാവർക്കും SPSS NYC മലയാളം ഓൺലൈൻ സമിതിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ശ്രോതാക്കളുടെ പേരിലും വ്യക്തിപരമായും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിനെ അത്യുന്നതങ്ങളിലേക്ക് നയിച്ച് ഓരോ ഷെഡ്യൂളുകളും ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ശ്രീമതി സിന്ധു പ്രമോദ് അക്കയ്ക്കും, നമ്മുടെ ഓൺലൈൻ മലയാളത്തിന്റെ പ്രമുഖം മുഖ്യ ശിക്ഷകരും മുഖ്യ കാര്യദർശിയുമായ ശ്രീ ഗോപണ്ണനും സമിതിയുടെ പേരിലും എല്ലാവരുടെ പേരിലും വ്യക്തിപരമായും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്ന ശ്രീമതി സുനൈന അക്ക, ശ്രീമതി രുക്മിണി അക്കയ്ക്കും സമിതിയുടെ പേരിലും വ്യക്തിപരമായും നന്ദി അറിയിക്കുന്നു. എനിക്ക് അവസരം തന്ന സിന്ധു അക്കയ്ക്കും സമിതിക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ലോക കല്യാണ മന്ത്രം. എല്ലാവരും നട്ടെല്ലും തലയും നിവർത്തിയിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. കണ്ണുകൾ മൃദുവായിട്ടടയ്ക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാം, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.